കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, ഇതുവരെ കുട്ടികളില്ല. PCOD ഡയഗ്നോസ്ഡ് ആണ്. കറക്റ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ വർക്കൗട്ട്സും ട്രൈ ചെയ്യാറുണ്ട്. ഇതിന് വേണ്ട സപ്ലിമെൻറ്റ്സും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പോസിറ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇന്നലെ വന്നിട്ടുള്ളൊരു മെസ്സേജായിരുന്നു അത്. ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയോ ചെറിയൊരു മിസ്സിങ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സപ്ലിമെൻറ്റ്സും അങ്ങനെ ആവണം. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ഓക്കെ ആവേണ്ടതുണ്ട്. നമ്മുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവേണ്ടതുണ്ട്. നമ്മളൊരു സ്ട്രക്ചേർഡ് വർക്കൗട്ട് റൂട്ടീനിലേക്ക് വരണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോണിനെ മിമിക് ചെയ്യുന്ന സീനോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ഫുഡ് ക്യാരി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് കുക്ക് വെയർസിലാണ് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജന് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതും ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കും. ഈ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അതിനുവേണ്ടി ഒരു കറക്റ്റ് ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.